നമ്മുടെ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇടതുപക്ഷ ഭരണം തുടരണം എന്നുള്ള വ്യക്തമായ അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ഞാൻ ജനങ്ങളോടും പറയും. സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള കവിതയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ ഒരു വലിയ കവിയാണ്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഈ സമയത്ത് ഒരു ഇലക്ഷന്റെ പടിവാതിൽക്ക് നമ്മൾ നിൽക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള വിവേചനവും നമ്മുടെ സംസ്ഥാനത്തിനോട് കാണിക്കുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ എന്താണ് കാരണം, എന്ത് വികാരമാണ്, എന്ത് വിചാരമാണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം പറയാം, ഇവിടെ ഈ രണ്ടാമത്തെ ഭരണം വന്നപ്പോ ഇത് പറഞ്ഞില്ലല്ലോ, അതൊരു തുടർ ഭരണമായിരുന്നല്ലോ. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞു, അന്നേരം പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ 95% നടപ്പാക്കിയ ഒരു സർക്കാരാണ്. അതിനുശേഷം രണ്ടാമത് ഭരണം വന്നു, എത്ര കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹം ദിവസവും മനസ്സിലാക്കേണ്ടതല്ലേ. നമ്മുടെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തെയാണ് ഈ മന്ത്രിസഭ തരണം ചെയ്തത്. നമ്മൾ നിപ്പ ആണെങ്കിലും മോക്കി ആണെങ്കിലും അതുപോലെ തന്നെ പ്രളയങ്ങൾ, വലിയ ഉരുൾപൊട്ടലുകൾ, വലിയ പ്രകൃതി ദുരന്തങ്ങൾ, ഇതിൽ നിന്നെല്ലാം നമ്മുടെ ജനങ്ങളെ രക്ഷിച്ചു നിർത്തിയ ഒരു സർക്കാരാണിത്. ഒരു തുടർഭരണം നിശ്ചയമായിട്ടും ആവശ്യമുള്ളതാണ്. കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനുള്ള ഒരു തുടർച്ച വേണം. ഈ സർക്കാർ തുടർഭരണം വേണം എന്ന് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പർ മിഡിൽ ക്ലാസ് ജനങ്ങളെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിലേറെ ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ മനുഷ്യർ. 5 ലക്ഷം വീടുകളാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എത്ര ക്ഷേമ പെൻഷൻ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചൂരൽമലയിലും മറ്റും നടത്തിയ പുനരധിവാസ പ്രവർത്തനങ്ങൾ, അത് സമാനതകളില്ലാത്തതാണ്. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മുടെ സ്കൂളുകൾ എല്ലാം ഹൈടെക് ആയി മാറുന്നു, ഹൈടെക് ക്ലാസ് റൂമുകൾ. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ, ഇന്ത്യയിലെ 1 മുതൽ 12 വരെയുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ 1 മുതൽ 12 വരെയുള്ള സ്ഥാനം കേരളത്തിനാണ്. ഈ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് വെച്ചാൽ ആരെ ആശ്രയിക്കുന്നതാ? പണക്കാർ ആശ്രയിക്കുന്നതാണ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, ഇതെല്ലാം സർവ്വസാധാരണക്കാരായ മനുഷ്യർക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന സ്ഥലങ്ങൾ. ഇപ്പൊ അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നു. അപ്പൊ ഈ ഭരണം ഒരു സമഗ്രാധിപത്യമല്ല. അതുപോലെ ഇവിടെയാണെങ്കിൽ ബംഗാളിനെ നോക്കി പഠിക്കേണ്ടതൊന്നുമില്ല. ബംഗാൾ വേറെ, കേരളം വേറെ. ഇവിടെ ഒരു മന്ത്രിക്കെതിരെ ഈ 5, 5, 10 വർഷം ഭരിച്ചിട്ട് ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം തെളിവ് സഹിതം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ആവശ്യമാണെന്നാണല്ലോ പറയുന്നത്. എന്ത് പ്രതിപക്ഷമാണ് ഇവിടെ? ഇവിടെ സർഗാത്മകമായ പ്രതിപക്ഷമുണ്ടോ? ഉള്ള വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയും ഇല്ലാത്ത കള്ളം കെട്ടിച്ചമച്ച് പറയുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത്. ആ പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് ഭരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളീയർ അനുഭവിക്കും. കാരണം ഇപ്പം ഇന്ത്യയിലുള്ള നമ്മുടെ മലയാളികൾ എവിടെയുണ്ടോ ആ ലോകത്തുള്ള മലയാളികളുടെ ഒരു പ്രതീക്ഷയാണ് ഈ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വർഗീയതയ്ക്കെതിരെ ഒരു മാറാട് പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? 2-3 വർഗീയ കലാപങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഞാൻ മാറാട് നേരിട്ട് പോയ ഒരാളാണ്. ആ കലാപം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ഉണ്ടായിട്ടില്ല. മതനിരപേക്ഷമായിട്ടുള്ളൊരു ഭരണം, ഒരു സമുദായത്തിനെയും പ്രത്യേകം പ്രീതിപ്പെടുത്തുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പോലും അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കേരളത്തില് ഈ ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ തുടർഭരണം വേണ്ട, നമ്മൾക്ക് ജീർണത വരും. അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ഭയങ്കര വിരോധാഭാസമാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. അതുപോലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഭരണം കൊടുക്കണം. അപ്പൊ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ലല്ലോ. ഞങ്ങൾ 5 വർഷം ഭരിക്കാം, നിങ്ങൾ 5 വർഷം ഭരിച്ചാൽ ഈ ചെലവ് മുതൽ ലാഭിക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം സച്ചിദാനന്ദനെ പോലെ ഉള്ള, സാറാ ജോസഫ് ടീച്ചറെ പോലെയുള്ള, അല്ലെങ്കിൽ MN കാരശ്ശേരിയെ പോലെയുള്ള ധിഷണാശാലികളായ മനുഷ്യർ ഇത് പറയുന്നത് വിചിത്രമാണ്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം പോലെ ഒരു വിചിത്ര മാനസിക വ്യതിയാനമാണ് നമ്മൾ കാണുന്നത്. ഇത് വിശ്വസിക്കാൻ കഴിയില്ല, ഇതിനെ അംഗീകരിക്കാനും കഴിയില്ല. തുടർഭരണം നിശ്ചയമായിട്ടും ആവശ്യമാണ്. അത് ഇവിടുത്തെ ജനകോടികൾ പറയും, സാധാരണ മനുഷ്യർ പറയും, തൊഴിലാളികൾ പറയും. ഇപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർക്കറിയാം ഇവിടെ ഏത് ഭരണം വേണമെന്ന്. അത് ജനങ്ങൾ തീരുമാനിക്കും. മുകളിൽ ഇരുന്നു കൊണ്ട്
വളരെ ഉയരത്തിൽ കാൽപ്പനികമായി ചിന്തിക്കുന്നവർ പറയുന്നതല്ല ജനങ്ങൾ കേൾക്കുന്നത്. അവർ ചെയ്യുന്നത് അവരുടെ അനുഭവത്തിനെ ആസ്പദമാക്കിയാണ്. അവരുടെ അനുഭവത്തിനെ ആസ്പദമാക്കി എന്ത് ചെയ്യും? നിശ്ചയമായും ഇടതുപക്ഷം തിരിച്ചു വരും. ഇടതുപക്ഷം തന്നെ ഇവിടെ ഭരിക്കും. 3 വർഷം, ഈ 5 വർഷത്തെ തുടർച്ച അനുവദിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സാധാരണക്കാർ ചെയ്യാൻ പോകുന്നത്. ബുദ്ധിജീവികളല്ല അത് നിശ്ചയിക്കുന്നത്. അവരവർ അനുഭവിച്ച സംരക്ഷണം കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ പോലെ ഒരാൾ, ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പറല്ല, ഒരു തരത്തിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇടതുപക്ഷ ഭരണം തുടരണം എന്നുള്ള വ്യക്തമായ അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ഞാൻ ജനങ്ങളോടും പറയും, നിശ്ചയമായും പറയും. കാരണം അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരുടെ സ്വൈര ജീവിതമാണ് അതിന്റെ ആവശ്യം. അത് നിശ്ചയമായും തുടരുക തന്നെ വേണം.